മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ മഹിയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം മഹിയോട് പറയുകയാണ് തനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്നും അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമെന്നും പിന്നെ അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു പ്രശ്നമില്ല, ഒരാപത്തും തീണ്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മഹിയെ സമാധാനിപ്പിച്ച് അവൻ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ലേഖയും അനന്തവും തെറ്റിദ്ധരിക്കുകയാണ്. അതായത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അനന്ത് ചോദിക്കുന്നുണ്ട്, സ്വന്തം ഭാര്യ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴാണോടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും? എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അവൾക്കൊപ്പം നിന്നോടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കടനാണെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളും വീട്ടിലേക്ക് പോകുന്നതിന്റെ ഉദ്ദേശമൊക്കെ തന്നെ പറയണം. ഇത് കേൾക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും സമാധാനം ആവുന്നുണ്ട്. എല്ലാ പിണക്കങ്ങളും മാറിയെന്ന് കണ്ണൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പിന്നീട് വീട്ടിലേക്ക് എത്തി അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിന് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതും മനസ്സൊരുക്കി തന്നെ. അങ്ങനെ ഉണ്ണിയും ദുർഗയും കണ്ണനെ പല ചോദ്യങ്ങളും ചോദിച്ച് വീർപ്പ് മുട്ടിക്കുമ്പോൾ നിന്റെ ഭാര്യ എന്തുകൊണ്ടാണ് നിന്റെ അമ്മായച്ചനെ കാണാൻ സമ്മതിക്കാത്തതെന്നും നിനക്കൊന്നും ചെന്ന് കണ്ടൂടെ, എന്തുകൊണ്ടായിരിക്കും അവളത് തടയുന്നതെന്നൊക്കെ അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഉണ്ണിയും ആ കാര്യം തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് പൂജാമുറിയിലേക്ക് കയറി വിളക്ക് വെച്ചതിനെ കുറിച്ച് ദുർഗ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കണ്ട എന്നും ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ ദുർഗയ്ക്ക് മറുപടി തിരിച്ചടിയായി കൊടുക്കുകയാണ്. പിന്നീട് അവൻ നേരെ ചെല്ലുന്നത് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ്. അതും താനും മഹിയും കാണുന്ന ആ സിദ്ധയായിട്ടുള്ള അമ്മ ഒരേ അമ്മ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെല്ലുമ്പോൾ കണ്ണൻ പ്രാർത്ഥിച്ചതിന് ശേഷം ചുറ്റുപാട് നോക്കുമ്പോൾ കാണുന്നില്ല. ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അമ്മ എന്റെ മുന്നിൽ വരാത്തതെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ അവിടെ അങ്ങനെ ഇരിക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ കണ്ണൻ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ ഒരുപാട് രഹസ്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. പല കാര്യങ്ങളും ഞാനിപ്പോ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മഹിയെയും എന്നെയും ഒന്നിപ്പിച്ചത് അയ്യപ്പസ്വാമിയാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാനും മഹിയും കാണുന്ന ആ സിദ്ധയായിട്ടുള്ള അമ്മ ഒരമ്മ തന്നെയാണെന്നും എനിക്ക് ഡൗട്ടുണ്ട്. അത് അമ്മയാണോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മോൻ എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുകയാണ് കണ്ണനോട്. അന്ന് പിറന്നാൾ ദിവസം എനിക്കമ്മ അയ്യപ്പ വിഗ്രഹം തന്നു. അതെന്നിൽ നിന്ന് നഷ്ടപ്പെട്ട് പിന്നീട് കയ്യിലെത്തിയത് മഹിയുടേതാണ്. അങ്ങനെ വരുമ്പോ മഹി കാണുന്ന അമ്മയും ഞാൻ കാണുന്ന അമ്മയും ഒരമ്മ തന്നെയാണെന്ന് എനിക്കിപ്പം മനസ്സിലായി എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ മോൻ മനസ്സിലാക്കിയത് സത്യം തന്നെയാണെന്ന് ഇങ്ങനെ കണ്ണനോട് അമ്മ പറയുന്നു. ഇനി ഒരു കാരണവശാലും മോൻ തന്റെ ഭാര്യയെ തള്ളി പറയരുതെന്നും ആരോഗ്യകരമായിട്ടുള്ള ഒരു കുഞ്ഞു തന്നെ നിങ്ങൾക്ക് ജനിക്കുമെന്നും അവൾക്കൊപ്പം തന്നെ ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞ് കണ്ണനെ ഉപദേശിച്ച് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എന്നെ പറഞ്ഞു വിടുകയാണ്. അവിടെ വെച്ച് കണ്ണനാണെങ്കിൽ മഹിയെ കാണാൻ പോകുമ്പോൾ ആ ഞെട്ടിക്കുന്ന ഒരു സത്യം കൂടി മഹി പറയുന്നുണ്ട്. എനിക്ക് കണ്ണേട്ടനോട് ഒരു കാര്യം കൂടി തുറന്നു പറയാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ അമ്മാവൻ വിളിച്ചിരുന്നു. വിളിച്ചത് വെറുതെ ആയിരുന്നില്ല. അമ്മാവനോ? എന്തിനും? അത് എന്റെ അമ്മ ഞാൻ വീട്ടിലേക്ക് പോയ സമയത്ത് പ്രതാപൻ അയാളുടെ പേര് കൂടി പറയുന്നതായിട്ട് ഒരു സംശയം സൂചിപ്പിച്ചിരുന്നു. അതെനിക്കും സത്യമാണെന്നൊരു ഡൗട്ടുണ്ട്. കാരണം കൊല്ലാനും ചതിക്കാനും മടിക്കാത്തവരാണ് കണ്ണേട്ടന്റെ അമ്മാവനും അമ്മയും എല്ലാവരും. അതുകൊണ്ട് അമ്മാവൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. ഈ സത്യങ്ങൾ കണ്ണേട്ടനോട് പറയാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കണ്ണേട്ടിൽ നിന്നും എല്ലാം മറച്ചു വെക്കണമെങ്കിൽ 10 ലക്ഷം രൂപ തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി തരണമെന്ന് ആവശ്യപ്പെട്ടെന്ന് പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. കണ്ണനും അമ്മാവനെ സംശയമാവുകയാണ്. ഇനി ഒരിക്കലും അയാളുടെ ഭീഷണി ഉണ്ടാവില്ല. അയാള് എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ ആ സത്യങ്ങളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരണമെന്ന് കണ്ണൻ തീരുമാനിക്കുകയാണ്. മഹിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്, അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട എന്ന്. പിന്നീട് മഹിയെ കണ്ടതിന് ശേഷം കണ്ണൻ പുറത്തോട്ട് പോയിട്ട് രേഖയോടും അനന്തപുരോടും സംസാരിക്കുന്നുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ആ വാമദേവനെ എനിക്ക് പണ്ടേ ഡൗട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വാമനും പ്രതാപനും നല്ല ചങ്ങാതിമാരായിരുന്നു. ഒരുപക്ഷെ ആ കൂട്ടുകെട്ടിലായിരിക്കാം എന്റെ അച്ഛന്റെ ജീവൻ പൊലിഞ്ഞത്. എത്രയും പെട്ടെന്ന് ആ വാമന്റെ ഉള്ളിലുള്ള ചതി തിരിച്ചറിയണമെന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അവനോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, എന്തെങ്കിലും സത്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാർക്കോയായിരിക്കും ചോദിക്കാൻ വരിക എന്ന്. ഞാൻ ചെന്ന് കാണാൻ വിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്തുവാണെങ്കിൽ കണ്ണനെ സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ സമയം കരുണയാവട്ടെ വാമദേവനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ വാമദേവനും സീമന്തിനിയും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് കരുണ കേൾക്കുന്നത്. അത് കേട്ട് കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അതായത് സീമന്തിനിയോട് വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ക്യാഷ് ചോദിച്ചിട്ടുണ്ടെന്നും 10 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നതെന്നും അത് തരാനായിട്ട് അവൾ എന്നെ വിളിക്കുമെന്നൊക്കെ പറയും. നിങ്ങൾ ഇനി ഇത് പരസ്യമാക്കാതെ എത്രയും പെട്ടെന്ന് കിട്ടുന്ന കാശ് കൈക്കലാക്കാൻ നോക്ക്. പിന്നെ ആ കണ്ണൻ ഇതൊന്നും അറിയണ്ടെന്ന് പറയുമ്പോൾ അനന്തുവിനെയും മഹാലക്ഷ്മിയെയും ഭീഷണിപ്പെടുത്തിയിട്ട് കുറേയേറെ പണം നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടിയും അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. കണ്ണന്റെ അക്കൗണ്ടിൽ നിന്നാണെങ്കിലും അവർ ബുദ്ധിപരമായി തന്നെ കണ്ണൻ സത്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നീക്കിക്കോളും എന്നൊക്കെ പറയുമ്പോൾ
കരുണയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുകയാണ്. ഓഹോ, അപ്പൊ അതൊക്കെയാണ് പ്ലാനിങ്. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന വാമദേവനും സീമന്തനെയും കാണുന്നത് കരുണയാണ്. കരുണ പറയുന്നുണ്ട്, എന്റെ അച്ഛന്റെ ഈ ഒരു അവസ്ഥ വെച്ച് നിങ്ങളെല്ലാവരും മുതലെടുക്കാൻ നോക്കുകയാണ് അല്ലേ? അങ്ങനെ മുതലെടുക്കുന്നുണ്ടെങ്കിൽ ആ മുതലെടുപ്പിൽ ഞാനും ഒരു പങ്കാളിയാകാം. അമ്മാവന് എത്രയാണ് കിട്ടുന്നത് അതിന്റെ പകുതി എനിക്ക് തരണമെന്ന് പറയുമ്പോൾ, അയ്യോ മോളെ, ഈ നക്കാപ്പിച്ച കാശിൽ നിനക്കിത് തരാനാ? നിനക്കതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അങ്ങനെ എന്റെ അച്ഛന്റെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് നിങ്ങൾ ആരും മുതലെടുക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കരുണ തന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കുകയാണ്. അല്ലെങ്കിൽ അമ്മാവനാണ് യഥാർത്ഥ പ്രതി എന്നുള്ള സത്യം ഞാൻ കണ്ണേട്ടനെ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് അറിയിക്കും. അറിയാമല്ലോ, എല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് ഞാനും നിൽക്കുന്നത് എന്നിങ്ങനെ കരുണ തിരിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവനാണെങ്കിൽ തന്റെ തൽക്കാലം പ്ലാനിങ്ങിൽ മാറ്റം വരുത്തുന്നുണ്ട്. പെട്ടെന്നാണ് അനന്തുവിന്റെ കോള് വരുന്നത്. സത്യങ്ങളെല്ലാം പറഞ്ഞ അനന്തുവാണെങ്കിൽ വാമദേവനെ ഒന്ന് ശരിപ്പെടുത്താൻ തീരുമാനിക്കുന്നുണ്ട്. അമ്മാവനെ എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയുമ്പോൾ, അയ്യോ മോനെ, മോനെ കാണണമെന്ന് ഞാൻ കരുതിയിരിക്കുകയായിരുന്നു. ദേ ഇപ്പൊ വന്നു. എവിടേക്കാ വരേണ്ടത് ചോദിക്കുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം മീറ്റ് ചെയ്ത ആ സ്ഥലത്തേക്ക് തന്നെ വന്നാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ വാമനാണെങ്കിൽ അനന്ത് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ്. എന്തായാലും അനന്തവും വാമദേവനും കാണുന്നുണ്ട്. അനന്തുവാണെങ്കിൽ മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഈ സമയം വാമദേവനാണെങ്കിൽ തന്റെ ഒരു രണ്ടാമത്തെ മുഖവും അനന്തുവിന്റെ മുന്നിൽ കാണിക്കുകയാണ്. മഹാലക്ഷ്മിയെ മാത്രമല്ല, മോനെയും ഞാൻ ഭീഷണിപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം നീ അവന്റെ ഉറ്റ സുഹൃത്താണല്ലോ. സത്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവളിൽ നിന്ന് മറച്ചു വെക്കുന്നവൻ. അങ്ങനെ മറച്ചു പിടിക്കുന്നുണ്ടെങ്കിലേ ഞാൻ അവനോട് സത്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്ന പൈസ മഹാലക്ഷ്മി മോനും തരേണ്ടി വരുമെന്ന് പറയുമ്പോൾ അനന്തുവിന് ആ ഒരു ചതിയുടെ മുഖം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അനന്തു നല്ലൊരു തിരിച്ചടി തന്നെ വാമദേവനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്.